ഹലോ ഗൈസ്, ഒരു റൂം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പം ചെക്ക് ഇൻ ചെയ്തു, റൂമിലേക്ക് വന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ റൂം ടൂറായിട്ട് എടുത്ത് കാണിച്ചത്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ വാഷ്റൂമുണ്ട്, അതിൻ്റെ ലൈറ്റ്സിൻ്റെ ഒക്കെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കബോർഡ് കൊടുത്തിട്ടുണ്ട്, കബോർഡ് പിന്നെ ഇത് ലോക്കർ, എന്താണ് ഹെയർ ഡ്രയർ, എന്താണ് ഇവിടെ പിന്നെ ലോണ്ടറി ബാഗ്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് വോഡ്ക, ചെറിയൊരു മിനി ബാർ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും ലാമ്പ് പ്ലസ് ഫോൺ ചാർജ് ചെയ്യാനുള്ളത് സെറ്റപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാം എന്താ പറയുക, പുതിയ സെറ്റപ്പ്. വാഷ്റൂം അടിപൊളി വാഷ്റൂമാണ്. വാഷ്റൂം എന്തൊക്കെ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇരുന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്ന് കുളിക്കാം. അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഷ്റൂം കളറിൽ. ഇവിടെയൊക്കെ ചെറിയ എന്താ പറയുക, ലൈറ്റ്സും പിന്നെ ഒരു TV നമ്മളെ വെൽക്കം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ചാർജിങ് കേബിള്, കട്ട്ലറീസ്. ഇവിടെ ചെറിയൊരു പാൻട്രി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം, കെറ്റിൽ, നമുക്ക് കോഫി മേക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് എല്ലാത്തില് ക്യാൻറ്റീൻ, ഗ്ലാസ്, പിന്നെന്താ മെനു കാർഡ്, സ്നാക്സ്. ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് എത്രയാണ് കേട്ടോ. പിന്നെ ഇതേ കോഫിയുടെ എസ്പ്രെസ്സോ, ഇത് നമുക്ക് എടുക്കാം കേട്ടോ. കോഫി ക്യാപ്സൂൾസും ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നേ. ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ഐറ്റംസ്. മറീന ബേ സാൻഡ്സ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ഹോട്ടലിൽ വരണം, ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പം അത് പറ്റുന്നത് എന്ന് പറയുന്നത് റൂബിയുടെ ബർത്ത്ഡേ നമ്മളിവിടെ ആഘോഷിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ. കൊള്ളാല്ലേ, കിടു. മൊത്തത്തിലൊരു പൊളി വൈബാണ്. ഈ സൈഡിൽ നമുക്ക് സെയിം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. റൂമിട്ട് എല്ലാ സെറ്റപ്പും
ഇവിടെ ചെറിയ ചെയർ പ്ലസ് ഒരു ടേബിൾ, ഇവിടെ ചെറിയൊരു കൗച്ച്, ഇവിടെ ക്യാൻഡീസ് ഉണ്ടായിരുന്നു കഴിക്കാൻ. റൂം ടൂറൊക്കെ ഓൾമോസ്റ്റ് കണ്ടല്ലോ. എന്നെ ഏറ്റവും കൂടുതൽ അല്ലേ ചേട്ടനെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാൽക്കണിയാണ്. എൻ്റെ ബാൽക്കണി ഞാൻ ഇപ്പം പകൽ കാണിക്കണോ അതോ രാത്രി കാണിക്കണോ എന്നുള്ള ഇങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 വ്യൂ ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ നല്ല സെറ്റപ്പ് കണ്ടോ, നമുക്ക് റൂമിൽ നിന്ന് ഇങ്ങനെ ആക്സസ് ഉണ്ട്. ഇതാണോ ബാൽക്കണി എന്ന് ചോദിച്ചാൽ ഇതാണ് ബാൽക്കണി. വ്യൂ എന്ന് പറയുന്നത് ദേ നമ്മുടെ ഗാർഡൻസ് ബൈ ദ ബേ ആണ്. അയ്യോ, ഈ വ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല ചൂടുണ്ട്, പുറത്ത് നല്ല ക്ലൈമറ്റാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അത് കണ്ടോ, നമുക്കിവിടെ ഹോട്ടലിൽ നിന്ന് തന്നെ ഗാർഡൻസ് ബൈ ദ ബേ ജസ്റ്റ് അവിടുത്തെ ഒരു വ്യൂ കാണാൻ അവിടെ ചെറിയൊരു ഫൗണ്ടെയിൻ ഒക്കെ കാണുന്നുണ്ടോ, നിങ്ങൾ അവിടെ കണ്ടോ, അതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് ഇതുവഴി തന്നെ ആക്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ നീ കാണാൻ പോയതിനെയാണ് നീ അവിടെ കണ്ടോ കണ്ടോ ഗാർഡൻസ് ബൈ ദ ബേ. നമ്മുടെ ഈ ബാൽക്കണിയിൽ നിന്ന് ഈ വ്യൂ നമുക്ക് എന്താ പറയുക, ഇത് വന്ന് കണ്ടപ്പോഴത്തേനും അയ്യോ ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. സിംഗപ്പൂർ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് എന്താ നല്ല ചൂടല്ലേ, നല്ല സിംഗപ്പൂർ കാണുക എന്ന് പറയുന്നത് ഏറ്റവും ശരിയായിട്ടുള്ളത് ഈ കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണുന്നത്. നമ്മുടെ റൂമിൽ നിന്നുള്ള ഈ വ്യൂ വീട്ടിലാണ്. സിംഗപ്പൂർ ട്രിപ്പ് നമ്മൾ പാക്കേജായിട്ടല്ല, ഹോട്ടലും ഫ്ലൈറ്റും എല്ലാം സെപ്പറേറ്റ് ബുക്ക് ചെയ്തായിരുന്നു പോയത്. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു, ഒരു 3 days ട്രിപ്പായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.